ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ചെറുപയർ കഞ്ഞി തയ്യാറാക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ കൊളസ്ട്രോള്, ഡയബറ്റിക്, പ്രഷർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെറുപയർ വച്ച് ഓട്സ് ചെറുപയർ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ് ഈ കഞ്ഞി തയ്യാറാക്കി എടുക്കുവാൻ. അതുപോലെ തന്നെ ഒരുപാട് ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഈ ചെറുപയർ കഞ്ഞി നമുക്കൊന്ന് തയ്യാറാക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഈ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാവുന്ന ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഓട്സ് ചെറുപയർ കഞ്ഞി. അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് ഈ ചെറുപയർ കഞ്ഞി തയ്യാറാക്കാൻ നോക്കാം. ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ചെറുപയർ കഞ്ഞി തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 ബൗള് ചെറുപയറാണ്. അതേ അളവിൽ 3/4 ബൗള് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെയാണ് ഞാൻ ഈ കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി ചെറുപയറും ഓട്സും എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കണം. കാരണം രണ്ടും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടിൻ്റെയും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. ചെറുപയർ നന്നായിട്ട് കുക്കാവണം, അതിന് കുറച്ചും കൂടെ സമയം വേണം. ഓട്സ് നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാം. അതിനായിട്ട് നമുക്കൊരു കുക്കറിൽ നികക്കെ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ചെറുപയർ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ചെറുപയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ഞാൻ സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം ഈ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ഈ ഓട്സ് നമ്മളിങ്ങനെ വറക്കുന്നത് ഇതിൻ്റെ ഷുഗർ കണ്ടൻ്റൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കാനും അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയാണ് ഇതുപോലെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഒന്ന് വറുത്ത് നമ്മൾ ഈ ഓട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഓട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അതേ ബൗളിൽ ഒരു 3 ബൗൾ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഓട്സ് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുപയർ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം, കണ്ടോ? നന്നായിട്ട് നമ്മുടെ ചെറുപയർ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഓട്സ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് നമ്മളോട് ചേർക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓട്സ് ചെറുപയർ കഞ്ഞി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലെ തന്നെയാണ്, അതേ ടേസ്റ്റാണ്. ടേസ്റ്റിനൊരു വ്യത്യാസമില്ല. പിന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആക്കണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങയോളം നമുക്ക് ഈ ഓട്സ് ചെറുപയർ കഞ്ഞിക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു ഹെൽത്തി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, വെയിറ്റ് ലോസിനൊക്കെയാണ് നമ്മൾ ഈ ഓട്സ് കഞ്ഞി നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയും നല്ല ടേസ്റ്റാണ്. അല്ല കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് വേണം തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്താൽ
നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളൊരു ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുമ്പോൾ തേങ്ങ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളകാണ് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവ് അല്പം കൂടെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് 2-3 എണ്ണം കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒരു 1-2 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ വറ്റൽമുളക് നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ല എങ്കിൽ നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ചെറുപയറിനോടൊപ്പം നമ്മൾ ഈ വറ്റൽമുളകും കൂടെ ചേർത്ത് ഒരുമിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഓട്സും ചെറുപയറും ഒക്കെ കുക്കായി വന്നു. നമ്മുടെ ഉപ്പൊന്ന് നോക്കി കറക്റ്റാണ്, എരിവും കറക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഓട്സ് ചെറുപയർ കഞ്ഞി ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ഓട്സ് ചെറുപയർ കഞ്ഞിയുടെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യാൻ വേണം. താങ്ക്